എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല. അത് മുറുകെ പിടിക്കണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ മുറുകെ പിടിക്കണം. എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ, എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. ഇല്ലാതെ നിനക്ക് രക്ഷയില്ല സഹോദരാ. ഓന്തോടിയാ എവിടെ വരെ ഓടാനാടാ? ഓടുന്നതിനൊരു അവസാനമുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും തരുന്ന പ്രതിഫലം എന്താ? ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് നിസാരമാക്കേണ്ടതല്ല സുന്നത്ത്. ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന 4 പ്രതിഫലം ഞാൻ പറയാ. ദുനിയാവിൽ അള്ളാഹു തരുമടോ, ആഖിറത്തിലും അള്ളാഹു തരുമടോ. അതിലെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ടു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഭയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ, അവൻ അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. ഒരു മഖ്ലൂക്കിനെയും അവൻ ഭയപ്പെടൂല, അവൻ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. മഖാമുകളിലെ സിയാറത്തിന് പോകുമല്ലോ പടച്ചവനെ, മമ്പുറത്തും അതുപോലെ ഇവിടെയുള്ള മഖാമുകൾ സിയാറത്തിന് പോകുമ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരായത്ത് കാണാ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് വെറുതെ കിട്ടിയ പട്ടമല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹു കൊടുത്ത 2 പ്രതിഫലമാണ്. അവരൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷിച്ച് നടന്നവരാ. പടച്ചവനെ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. പിന്നെ ഈ ലോകത്തിന് ഒന്നിനും നിനക്ക് ഭയമില്ല. അത് ഭരണാധികാരിയാകട്ടെ, ഏത് കൊലകൊമ്പനാകട്ടെ, ഒരാളെയും നിന്റെ ഹൃദയത്തിനകത്ത് പേടിയില്ല. നീ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവനാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു പവറാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, കാലം മാറുമ്പോ കോലം മാറുന്ന എന്റെ യുവത്വമേ, പഠിക്കണം ചെറുപ്പക്കാരാ. ഓരോ സിനിമാ താരങ്ങളെ കണ്ടുപഠിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രാജാക്കന്മാരെ പോലെ കൊണ്ട് നടക്കുന്ന യുവത്വമേ, നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. അർജന്റീനയുടെ കളിക്കാരനല്ല, പടച്ചവനെ ബ്രസീലിന്റെ കളിക്കാരനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരമല്ല. മോനെ, ആമിർ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്, അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാ. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. എല്ലാ രാജ്യത്തു നിന്നും നേതാക്കന്മാര് വന്നിട്ടുണ്ട്. റബ്ബേ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിരന്നിരിക്കുകയാണ്. ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആമിർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് കൈ കഴുകി ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ബിസ്മി പറയുമ്പോഴേ അത്ഭുതത്തോടെ നോക്കി ആമിർ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ, ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ. സുബ്ഹാനല്ലാഹ്. ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? രാജാക്കന്മാരുടെ നടുവിലിരിക്കുകയാ, നേതാക്കന്മാരുടെ നടുവിലിരിക്കുകയാ. എല്ലാവരും ചുറ്റുഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആമിർ തങ്ങൾ ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണം വാരുകയാ.
ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണം എടുക്കുകയാ. എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടുകൊണ്ട് വാരി കഴിക്കുമ്പോ യൂറോപ്പിന്റെ ഭരണാധികാരി വിളിക്കുന്നു, ആമിറേ, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? എന്തിനാ വേസ്റ്റ് വാരി തിന്നുന്നത്? ദാരിദ്ര്യമൊക്കെ അങ്ങ് മുഹമ്മദിന്റെ നാട്ടിലല്ലേ, എന്തിനാ എച്ചില് തിന്നുന്നത്? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാനുള്ളതാണ്, ഇത് കഴിക്ക്, എച്ചില് വാരി തിന്നല്ലേ. അല്ലാഹുവേ, താഴെ വീണ ഭക്ഷണം എടുത്ത് കളിച്ചതിനെ പുച്ഛത്തോടെ അവഹേളിക്കുമ്പോ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാന്റെ സുന്നത്ത് കളയാരോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, താഴെ വീണ ഭക്ഷണം പാഴാക്കരുത്, ആ ഭക്ഷണം എടുത്ത് കഴിക്കണമെന്ന് എന്റെ നബിതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിനക്കൊക്കെ വേണ്ടി ഞാനത് കളയാനോ? എനിക്കതിന് കഴിയില്ലടാ എന്ന് അതാ പടച്ചവനെ യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ച് അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോ? അല്ലാഹുവിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അത് അല്ലാഹു കൊടുക്കുന്ന ഒരു ധൈര്യമാടാ, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു പവറാ. താടി നീട്ടി വളർത്തുന്നത് അവർക്ക് അലങ്കാരമാ. പടച്ചവനെ, തൊപ്പി ധരിക്കുന്നത് അലങ്കാരമാ. വെള്ള വസ്ത്രം ധരിക്കുന്നത് വല്ലാത്ത ഒരു ആനന്ദമാ. താടി വളർത്തി നടക്കുന്നവനെ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. പലരും പറയും അവന്റെ താടി വലുതാ, താടി വലുതാ. പടച്ചവനെ, പെണ്ണെ, നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട നന്മയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പെങ്ങളെ, ഫർദയും ഹിജാബും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ പലരും നിന്നെ അവഹേളിക്കുമല്ലോ, പലരും നിന്നെ പരിഹസിക്കുമല്ലോ. എന്തുകൊണ്ടാണ് 100 ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമെന്ന് പറഞ്ഞത്? എടോ, 100 ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് മനസ്സിലാകുന്ന ഒന്ന് ഞാൻ പറയാ. അല്ലാഹുവേ, സുഹദാക്കളെ രണാങ്കണത്തിൽ പോയി വെട്ടുകൊണ്ട് ഷഹീദായി 100 ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഞാൻ മനസ്സിലാക്കുന്നത്, രണാങ്കണത്തിൽ പോയി യുദ്ധക്കളത്തിൽ പോയി വെട്ടുകൊണ്ട് സഹാബത്ത് ഷഹീദായി ഒരു വട്ടമേ മരിച്ചുള്ളൂ, ഒറ്റ വട്ടമേ മരിച്ചുള്ളൂ. എന്ന താടി വളർത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ, തൊപ്പി ഇട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ കൂട്ടുകാര് പരിഹസിക്കും, ഓ, തങ്ങള് വലിയ മഹാൻ കണ്ടോടാ, വലിയ തങ്ങളായടാ, വലിയ മഹാനായി കണ്ടോ, ഇന്നലെ വരെ നടന്നവളാ, ഇപ്പൊ ഫർദ ഹിജാബ് ഇട്ടുണ്ട്. എടോ, നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് അവർ കൊല്ലുകയാ, പരിഹസിക്കുകയാ, നാണം കെടുത്തുകയാ. ഓരോ ദിവസവും നമ്മൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട് ഈ കാലഘട്ടത്തിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ സുന്നത്താണ് തൊപ്പി ധരിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ പോലും ധരിക്കുന്ന എത്ര പേരുണ്ടോ? നിസ്കരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ആകെ തലമറയ്ക്കുന്ന സമയം, എൻ്റെ നിസ്കരിക്കുമ്പോൾ പോലും ചെറുപ്പക്കാർ തലമറയ്ക്കത്തില്ല, പക്ഷേ കല്യാണത്തിന് പോകുമ്പോൾ തലമറയ്ക്കും, നിക്കാഹിൻ്റെ അന്ന് മാത്രം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെന്നെങ്കിലും ഒരു തൊപ്പിയോ അല്ലെങ്കിൽ കർച്ചീഫോ എടുത്തു, എന്തിനാ മോനെ അപ്പം മാത്രം മറയ്ക്കുന്നത്? നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥാനം ധൈര്യം അല്ലാഹു കൊടുക്കും. പേടി, ഇന്ന് നമുക്ക് പേടിയല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? പടച്ചോനെ, നമുക്കിപ്പോ ഭയവാ. ഉസ്താദെ, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ പോകുന്നു ഉസ്താദെ. കേന്ദ്ര ഗവൺമെന്റ് ഓരോ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാ, ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മൾ എന്ത് ചെയ്യും ഉസ്താദെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ഭയമാ, നമ്മുടെ പേടിയതാ. അള്ളാനെ ഒന്നും പേടിയില്ല, മരണത്തെ ഒന്നും പേടിയില്ല, ഖബറിനെ ഒന്നും പേടിയില്ല, നരകത്തെ ഒന്നും പേടിയില്ല. നമുക്ക് പേടി നമ്മൾ എന്ത് ചെയ്യുന്ന? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പേടി കൊണ്ട് നിനക്ക് എന്ത് നേടാനാ? എടാ ചങ്ങാതി, വരാനുള്ളത് വരിക തന്നെ ചെയ്യും, അത് വഴി തങ്ങൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അള്ളാഹുവിന്റെ പരീക്ഷ വരുമല്ലോ. 4 ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷണങ്ങൾ വരും. എന്തിനാ നീ പേടിക്കുന്നതിനാ? നീ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്നിട്ട് എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച, അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ച, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിചാരിച്ച എന്റെ മരണം മാറ്റാൻ പറ്റുമോ? ഈ ലോകത്തുള്ള സർവ്വരും തലകുത്തി നിന്ന എന്റെ മരണസമയം മാറ്റാൻ പറ്റുമോ? പറ്റൂല. ഇത് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഈ ഭയമങ്ങടാ സുന്നത്ത് മുറുകെ പിടിക്കുക ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. നമുക്ക് വിജയം വരുമടോ, അള്ളാന്റെ സഹായം വരുമടോ. ഇന്ന് മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? ഇന്ന് ഈ സമുദായത്തിന് ഇസ്സത്തുണ്ടോ? വരുന്നവനും പോകുന്നവനും തട്ടിയിട്ട് പോവുകയാണ്. ആർക്കും തട്ടാനുള്ള ഒരു ചെണ്ടയായി ഞാനും നിങ്ങളും മാറിയല്ലോ. എല്ലാവരും പരിശുദ്ധമായ ദീനിനെതിരെ തിരിയുകയാ. എല്ലാവരും നമ്മളെ കുറ്റം പറയുകയാണ്, നമ്മളെ അവഹേളിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ല. നമ്മൾ അള്ളാനെ മറന്നു, അള്ളാന്റെ റസൂലിനെയും മറന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും നമ്മൾ കൈവെടിഞ്ഞു. ഇത് വെടിഞ്ഞപ്പോ നമുക്ക് ഇസ്സത്തില്ലല്ലോ. പടച്ചവന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? നീ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കടോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചരിത്രം എടുത്തു നോക്ക്. എവിടെയാ ഭൂരിപക്ഷം വിജയിച്ചിട്ടുള്ളത്? ഭൂരിപക്ഷം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും വിജയിച്ചിട്ടില്ല. വിജയിച്ചത് ന്യൂനപക്ഷമാണ്. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്ക്. എല്ലാം വിജയിച്ചത് ന്യൂനപക്ഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ, ഭൂരിപക്ഷത്തിന്റെ വലുപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഉസ്താദന്മാര് മഗ്രിബിനൊക്കെ ഓതുന്ന ഒരു സൂറത്താ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. എന്താണ് ഈ സൂറത്തിനകത്ത് അല്ലാഹ് പറയുന്നത്? എടാ, അപ്രകത്തം എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായി, ആ ആനയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വരികയാ. അള്ളാഹുടെ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയും കൊണ്ട് അപ്രകത്ത് കടന്നു വരുമ്പോ അള്ളാഹു അവനെ തകർത്ത് കളഞ്ഞതെങ്ങനാ? മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനയുമായി കഅബാലയത്തെ തകർക്കാമെന്നോ. എങ്കിൽ അള്ളാഹു അവനെ തകർത്തത് എന്തുകൊണ്ടെന്നറിയോ? മോനെ, കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ട് അള്ളാഹു അവനെ തകർത്ത് കളഞ്ഞില്ലേ? അവന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? പശുവ് പുല്ല് തിന്നിട്ട് വയറ് നിറച്ചു കഴിയുമ്പോ ആ ബാക്കി വന്ന പുല്ല് ചവച്ചിട്ട് അതാ ചവിട്ടിത്തേക്കുന്നത് പോലെ അപ്രകത്തിന്റെയും ആനപ്പടയും അള്ളാഹു തകർത്ത് കളഞ്ഞെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പെങ്ങളെ, മോളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ഒരു പേടിയും വേണ്ട. ഹിജാബിട്ടതിന്റെ പേരില്, ഫർദയിട്ടതിന്റെ പേരില് നിന്നെ പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, കളിയാക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പൊന്നുമോളെ, നബിതങ്ങളെ നീ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ. ഈ കളിയാക്കുന്നവർ മുഴുവനും ഒരു ദിവസം നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമല്ലോ. അവര് കുറച്ചു ദിവസം കളിയാക്കുമടോ, അത് കഴിഞ്ഞാൽ അവസാനം അല്ലാഹു അവരുടെ മുമ്പിൽ നിനക്ക് ഇസ്സത്ത് തരുമല്ലോ. മോളെ, മംഗലാപുരം കർണാടക ഇവിടെ പരിസരമാണല്ലോ. പടച്ചവനെ, മംഗലാപുരത്ത് ഹിജാബ് നിരോധിച്ചല്ലോ. സ്കൂളിൽ വരുന്ന കുട്ടികൾ ഹിജാബ് ഇട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് സ്കൂളിലെ നിയമം ഇറക്കി
കൊടുക്കിയപ്പോ പല വാപ്പയും ഉമ്മയും പറഞ്ഞു ഹിജാബ് ഇടാതെ സ്കൂളിൽ പോകു. മക്കളോട് പറഞ്ഞു നിങ്ങൾ ഹിജാബ് ഇടണ്ട, നിങ്ങൾ വസ്തു ഹിജാബില്ലാതെ സ്കൂളിലേക്ക് കടന്നു പോകു. എന്നാൽ ചില മാതാപിതാക്കൾ പറഞ്ഞു ഹിജാബ് വേണം, സ്കൂള് വേണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് വേണ്ടത്, അതുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ എന്റെ മക്കള് പഠിക്കണ്ട. സുമയ്യ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെൺകുട്ടി ഹിജാബും ഇട്ടുകൊണ്ട് പടച്ചവനെ ശത്രുക്കളുടെ മുന്നിൽ പോകുന്ന വീഡിയോ കണ്ട പെങ്ങള്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യയായിരുന്നു പൊന്നുമോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ നാട്ടില് ഹിജാബ് ഇട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ഇതൊക്കെ കാണാൻ പറ്റുന്ന തെളിവുകളാ സഹോദരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവേ, നിന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അല്ലാഹനെ മാത്രമേ നീ ഭയപ്പെടൂ, അല്ലാഹനെ മാത്രമേ നിനക്ക് പേടിയുള്ളൂ, മഖ്ലൂക്കുകളെ നിനക്ക് പേടിയില്ല. 2, ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, അവിടെ ഇവിടെ നിന്നിട്ട് കൊല്ലും വെട്ടും ജഗ ചെയ്യുന്നൊക്കെ പറയും, പക്ഷെ നിന്നെ യഥാർത്ഥത്തിൽ പേടിയാടോ? താടിയുള്ളവനെ, തലപ്പാവുള്ളവനെ ഭയവാ. അവർക്കങ്ങനെ, നമ്മൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അവർക്ക് പേടിയാ. നമ്മളൊന്ന് കൂലോ തക്ബീർ എന്ന് വിളിച്ചു നോക്കിയേ, പേടിയാടോ അവർക്ക്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു പേടി കൊടുക്കും. നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഭയം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ ഒരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ പോകുന്നതിന് മുമ്പേ അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഭയം കൊടുത്തു കളയും. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് മറ്റുള്ള എല്ലാവരോടുള്ള ഭയം നമുക്ക് പോകും, അല്ലാഹനെ മാത്രം ഭയം. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നെ കുറിച്ചുള്ള ഭയം കൊടുക്കും, അവന്റെ കൈകാലുകൾ വിറയ്ക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരും. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് ഭക്ഷണം തരും. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് നിനക്ക് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ, വിശദീകരിക്കുന്നില്ല. ഇനി മരണത്തിന് ശേഷം ഒരു പ്രതിഫലമുണ്ട് ചെറുപ്പക്കാരാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. റബ്ബേ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ രംഗത്തെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞല്ലോ, ഗർഭിണികളായ പെണ്ണുങ്ങൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പെങ്ങളെ, നീ എന്ന് പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണെന്നാ, എങ്കിൽ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്ന വേദനയുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾ അറിയൂല. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് മസ്റയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗം നടത്തുമ്പോ ആയിഷ ബീവി വീടിനകത്തിരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ്. നബി തങ്ങളെ നസീഹത്ത് കഴിഞ്ഞു വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മടിത്തട്ടിലേക്ക് കിടത്തി. നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷ
എന്തു പറ്റി ആയിഷ, എന്തു പറ്റി ആയിഷ, എന്താണ് നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു പോയതാ നബിയേ, പേടിച്ചു പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്, അവിടെന്ന് സമാധാനിപ്പിക്കുകയാ, അവിടെന്ന് സമാധാനിപ്പിക്കുകയാ, ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ, എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ പരിഗണിക്കുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി തങ്ങൾ കരയുകയാ, നബി തങ്ങൾ കരയുകയാ. ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലമുണ്ട് ആയിഷ, അവിടെ ആരെങ്കിലും എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും പിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും സഹായിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, 10 മണിയായില്ലേ വാപ്പാ, 10 മണി കഴിഞ്ഞില്ലേ വാപ്പാ, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്, വല്ലാത്ത ചൂടല്ലേ പെങ്ങള്. ഫർദയിലൂടെ ഫർദയ്ക്ക് ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ ശരീരത്തിന്റെ വിയർപ്പ് തുടയ്ക്കുന്ന ഉമ്മ, എവിടെയാണ് സൂര്യൻ നിൽക്കുന്നതെന്നറിയോ? നിന്റെ തലയേക്കാൾ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. ആ സൂര്യൻ അസ്തമിച്ചോ, 6 മണി കഴിഞ്ഞപ്പോ അസ്തമിച്ചതാണ്. ഇപ്പം 4 മണിക്കൂറായി, ഇപ്പോഴും നിനക്ക് ചൂടാട്, ഇപ്പോഴും നിനക്ക് വിയർക്കുന്നല്ലോ വാപ്പാ. ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ, ഇതൊന്നും ഒരു വിയർപ്പല്ല വാപ്പാ, അതൊക്കെ അങ്ങ് പരലോകത്താ. ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ചെളിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാ ചുമന്ന നിറമായത്? അത് ചൂളക്കകത്തിട്ട് കത്തിച്ച് നിറം മാറ്റിയതാണ്. അടുത്തു പോയിട്ടുണ്ടോ വാപ്പാ? നീ ചൂളയുടെ ചാരത്ത് പോയവനല്ലേ? എന്തൊരു ചൂടാ, എന്തൊരു പ്രയാസമാ. ഒന്നുമല്ല വാപ്പമാര്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഒഴുകുകയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നിനക്ക് കാണാ, മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഒഴുകുകയാ. പെങ്ങന്മാരെ, ചോറ് വെക്കുമല്ലോ,
കലത്തിനകത്ത് കടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് കാണുന്ന ഉമ്മ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് ഉദാ മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, ഒരു ചാണ് മുകളിലേക്ക് സൂര്യനെ അല്ലാഹു ഇറക്കുകയാണ്. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലേക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു താഴ്ത്തുമല്ലോ. ഉടുതുണിയില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനങ്ങൾ മുഴുവനും കരയുന്ന ദിവസമാണ്. അന്ന് എല്ലാവരും കൂടെ ആദം നബിയുടെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, നിങ്ങൾ അല്ലാഹുവല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹുവല്ലേ റൂഹൂദിയത്, നിങ്ങൾ സ്വർഗത്തിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യനല്ലേ, ഞങ്ങളെ സഹായിക്കുമോ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജനങ്ങൾ മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ ആദം നബി പറയുകയാ, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ എന്ന സങ്കടത്തിലാണ്, ഞാനിന്ന് വല്ലാത്ത ഒരു പ്രയാസത്തിലാ, എന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. എല്ലാവരും നൂഹ് നബിയുടെ ചാരത്തു ചെല്ലുകയാണ്. നൂഹ് നബിയും പറയുന്നു, മക്കളെ, എന്റെ കാര്യം വല്ലാത്ത പ്രയാസത്തിലാ. നൂഹ് നബി അടുത്ത പ്രവാചകനെ കാണിക്കുകയാ. മൂസാ നബിയുടെ ചാരത്ത് ചെന്നോ, ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചെന്നോ, യൂനുസ് നബിയുടെ ചാരത്ത് ചെന്നോ, ഓരോ പ്രവാചകന്മാരുടെ ചാരത്തും ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. എല്ലാവരും കൈവിടുകയാണ്, എല്ലാവരും കൈയിടുകയാണ്. ആരാരും നമ്മളെ സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, വാടാ സിറാജ്, വാടാ പൊന്നുമോനെ, വാടാ പൊന്നുമോര്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി വരുന്ന ജനങ്ങള്, നാളെ അല്ലാഹുവിന്റെ കോടതിയില് കോടാനുകോടി വരുന്ന ജനങ്ങൾ നിൽക്കുകയാ. ഈ വഅദ് പറയുന്ന സദസ്സിൽ വഅദ് നിർത്തിയിട്ട് ഒരാളെ ഞാൻ വിളിച്ച് സ്റ്റേജിൽ കിരുത്തിയാൽ എത്ര സന്തോഷമാ സഹോദരാ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു ഒരു പ്രാണി അകത്ത് പോയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖബറിൽ പോയി കിടക്കുമ്പോൾ അവസ്ഥ എന്താ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇത്ര മനോഹരമായിട്ട് തഴവുസ്താ പറയുന്നു. പടച്ചവനെ, ഓണം വന്നപ്പോൾ കിറ്റ് വാങ്ങാൻ തിരക്കൂട്ടണമെന്നല്ല, അവിടെ ക്യൂ ഒന്നും ഇല്ലടോ, ഇടിയോടെ ഇടിയ. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. നമ്മൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ സമുദായവും അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുകയാ. ആരൊക്കെയാണ്? ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും. പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവരും നിൽക്കുമ്പോ അള്ളാന്റെ റസൂൽ വിളിക്കുന്നു, വായിഷ. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുകയാ, നീ എന്റെ അടുക്കലേക്ക് വാ. ആരെയാണ് വിളിക്കുന്നതെന്നറിയോ? സുന്നത്തി ഹുർമത്തു അലൈഹി ശഫാഅതി. ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ആരാണോ മുറുകെ പിടിച്ചത്, ആരാണോ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചത്, ആ സുന്നത്ത് മുറുകെ പിടിച്ചവര് നാളെ നബി തങ്ങൾ കയ്യിൽ പിടിച്ച സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉപ്പമാരെ നബി തങ്ങൾ കൈവിടൂല, ചെറുപ്പക്കാരെ നബി തങ്ങൾ കൈവിടൂല, ഉമ്മമാരെ ആര് മറന്നാലും നിന്നെ റസൂലുള്ള മറക്കൂല. ആ നബി തങ്ങൾ നിന്നെ കൊണ്ടുപോകും പെങ്ങള്. ഇത് സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ, ഇത് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരെ, സമസ്തയുടെ പണ്ഡിതന്മാര്, പടച്ചവനെ നമുക്ക് മറക്കാൻ പറ്റുമോ? മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ ബർസഖിയായ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ഏത് പണ്ഡിതന്മാരാകട്ടെ, അല്ലാഹുവേ, കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? പടച്ചവനെ, എത്രയെത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാര്, അവരൊക്കെ ജീവിച്ചിരുന്നത് എങ്ങനെയാണോ, എന്തൊരു താഴ്മയായിരുന്നടോ. സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരല്ലേ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്നത് 3 പ്രതിഫലമാ. ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. പറയടോ, ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും മുറുകെ പിടിക്കണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, ഒരുപാടൊന്നും വാരിക്കൂട്ടി ചെയ്യണ കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? നിങ്ങളെന്താ വെടിയുണ്ടോ? സുഖമല്ലേ? ആ ഉണ്ടോ? സുഖമാണോന്ന് വെച്ചപ്പോ ആ, സുഖമാണോന്ന് വെച്ചപ്പോ ആ, ചിരി, തലകുലുക്കല്, ഉണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മറുപടി കേട്ടപ്പോൾ തന്നെ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ കയറി വന്നു. ആ രണ്ടാമത് വന്ന സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞു, ആന്ന പറഞ്ഞു. ആ സഹാബി ഖൈർ, സുഖമാണ് നബി, റാഹത്താണ് നബി. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ എനിക്കില്ലേ എന്ന്.
അപ്പോഴാ നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിഗിന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ കേട്ടില്ല? എങ്ങനെ അറിയല്ലേ? അപ്പൊ അറിയാം. സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയണ്ടേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പെണ്ണുമ്പിള്ള എങ്ങനെയുണ്ട്? മക്കൾ എങ്ങനെയുണ്ട്? ഈ അൽഹംദുലില്ലാ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് മുറുകെ പിടിക്കണം? ആരെന്തി വെച്ചാൽ എന്ത്? നബിതങ്ങൾ പറഞ്ഞല്ലേ, ആരെന്തി വെച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. ഒരു സുന്നത്തായില്ലേ? കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഒരു സുന്നത്തായില്ലേ? പക്ഷെ ആരെന്തി വെച്ചാൽ എന്ത് പറയാ? അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് അൽഹംദുലില്ലാ, അതൊരു ശുക്റാടോ, ഇതൊരു നന്ദി രേഖപ്പെടുത്തുക. ഇതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്ത് പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു സുന്നത്ത് ജീവിതത്തിൽ പഠിച്ചു. ഇത് ഹയാത്താക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഹയാത്താക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ രണ്ടാമത്തെ കാര്യം എന്താ? വിശദീകരിക്കുന്നില്ല, രണ്ടാമത്തെ നന്മ പറിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ പറയുന്ന നന്മ ജീവിതത്തിൽ ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റ് എടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഉറക്കം നടിക്കരുത്, അഭിനയിക്കരുത്, കാണാത്തവനെ പോലെ ഇരിക്കരുത്. എന്തിനാണ് ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്? ഈ സംഘാടകർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. പടച്ചവനെ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പടച്ചവനെ, സഹചാരിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അറിവില്ലടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാമല്ലോ. എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികൾ, ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, പ്രഷർ പിടിച്ച് ഷുഗർ പിടിച്ച് കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, ലിവർ രോഗികൾ, അല്ലാ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയാ. പടച്ചവനെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. നഷ്ടമൊന്നുമില്ലടോ. ഇത് കൊടുത്താൽ ലാഭം നമുക്കാടോ. ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപ ഒരിക്കലും നിനക്ക് നഷ്ടമാകൂല. ഇത് അല്ലാഹിക്കൽ നേട്ടം നിനക്കാ, അല്ലാഹിക്കല്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, പേര് കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ വരുന്ന കാലമാണ്. പടച്ചവനെ, എന്ന കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയുണ്ട്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അത്ഭുതമാണ്, വലിയ രോഗമാണ്. ഇന്ന് ഒരു കുടുംബം എടുത്തു നോക്കടോ, ആ കുടുംബത്തിൽ ഒന്നുകിൽ ക്യാൻസർ രോഗി, അല്ലെങ്കിൽ കിഡ്നി രോഗി. ഓരോ കുടുംബത്തിലും രോഗികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ. പടച്ച റബ്ബേ, എന്തെല്ലാം ക്യാൻസറാണ്. ഈ അടുത്താണ് ഒരു ചെറുപ്പക്കാരൻ, 27 വയസ്സുള്ളവന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, പല്ലുവേദനയായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതാ. വേദനയായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചപ്പോ ഡോക്ടർ പറയുന്നു, പഴുപ്പായിട്ടുണ്ട്. അല്ലാഹുവേ, റിസൾട്ട് വന്നടാ ചെറുപ്പക്കാരാ. ആ പല്ലുവേദന അവസാനം ക്യാൻസർ ആയടാ മോനെ. എടോ, എന്തെല്ലാം രോഗങ്ങളാണ്. മലദ്വാരത്തിൽ ക്യാൻസർ, പടച്ചവനെ, മജ്ജയിൽ ക്യാൻസർ. എന്തെല്ലാം രോഗങ്ങളാണ്. കിഡ്നിയൊക്കെ മാറ്റിവെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാ പെങ്ങള്, പൊന്നുമോളെ. ശരീരത്തിൽ എവിടെയെങ്കിലും വരുന്ന മുഴ അവസാനം ക്യാൻസറായി മാറുകയാ. ട്യൂമർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പടച്ചവനെ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പാടെ ചാരത്ത് മക്കളിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഷെയർ ചെയ്യണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ.
ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ അല്ലാഹുവോട് പറയണം, അല്ലാ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. നിബിതങ്ങൾ പറഞ്ഞടോ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിയാത്തവരല്ലല്ലോ. പടച്ചവനെ, ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കേണ്ട ദിവസം വന്നാ, ഉസ്താദേ ദുആ ചെയ്യണേ, പള്ളിക്ക് വേണ്ടി സദക്ക കൊടുക്കുകയാ, പെങ്ങളെ പാപങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സ്വർണം ചോദിച്ചാ ഊരിത്തരാൻ മടിയാണല്ലോ. എങ്കിലെ ക്യാൻസറിന്റെ ടെസ്റ്റിനയച്ചാ കൊടുക്കാനുണ്ടല്ലോ, കൊടുക്കാനുണ്ടല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, സദക്ക വെറുതെയാകില്ല. ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ. പടച്ചവനെ, എന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ ആത്മഹത്യ നമ്മുടെ സമുദായത്തിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കയറെടുത്ത് തൂങ്ങുന്ന കാലമാ. അല്ലാഹുവേ, നിബിതങ്ങൾ പറഞ്ഞല്ലോ, മോശമായ മരണങ്ങളിൽ നിന്ന് സദക്ക രക്ഷപ്പെടുത്തുമടോ. മോശമായ മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ആ മരണത്തിൽ നിന്ന് സദക്ക രക്ഷപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. പാപങ്ങൾക്ക് വേണ്ടിയാ, രോഗികൾക്ക് വേണ്ടിയാ, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുത്ത് ബക്കറ്റിലേക്കിടൂ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, ആരെല്ലാം സദക്ക കൊടുക്കുന്നോ സ്വീകരിക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, ലിവർ രോഗം പോലെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കളെ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ, കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ.